കോതമംഗലത്ത് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാനാണ് തീരുമാനം. ടൗണിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും നടപ്പിലാക്കും. കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ, കോട്ടപ്പടി, കവളങ്ങാട് ഗ്രാമപഞ്ചായത്തുകളുടെ വനമേഖലയോട് ചേർന്ന് വരുന്ന ജനവാസ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമായി വരുന്നതിനാൽ സോളാർ ഫെൻസിംഗ്, ട്രെഞ്ചിംഗ് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിന് താലൂക്ക് സമിതി യോഗം വനം വകുപ്പിനോട് നിർദ്ദേശിച്ചു. ട്രെഞ്ച് എടുക്കുന്നതാണെങ്കിലും പലതും അന്ന് നമ്മൾ ടെൻഡർ സ്റ്റേജിലും വർക്ക് തുടങ്ങാനുള്ള അവസ്ഥയിലുമാണെന്ന് നമ്മൾ അന്ന് ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ഓരോ മറ്റ് ഔപചാരികമൊന്നുമില്ലാതെ നമ്മൾ ആദ്യത്തെ അതിൻ്റെ ഇപ്പം നമ്മൾ എടുത്ത നടപടി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം അതാത് റേഞ്ച് ഓഫീസിൽ നിന്നുള്ളവർ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് ഇവിടെ നമ്മളെടുത്ത നടപടി എത്രത്തോളം താലൂക്ക് സഭയിൽ എടുത്ത നടപടി എത്രത്തോളം നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഓരോ റേഞ്ചിൽ നിന്നുള്ള പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ വന്ന വിഷയവും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയവും നമ്മൾ അതിനുള്ള മുൻകരുതലിനെ പറ്റി സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്ന പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റിയോട് യോഗം ആവശ്യപ്പെട്ടു. കോതമംഗലം ടൗണിലെ PWD റോഡുകളുടെ വശങ്ങളിലുള്ള അപകടാവസ്ഥയിലുള്ള സ്ലാബുകൾ, മലയോര ഹൈവേയുടെ ഭാഗമായി PWD റോഡിന്റെ മെയിന്റനൻസ് വർക്കുകൾ എന്നിവ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിനോട് നിർദ്ദേശിച്ചു. ടൗണിലെ വിവിധ റോഡുകളുടെ വശങ്ങളിൽ ഉപയോഗശൂന്യമായി ഒടിഞ്ഞുകിടക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ KSEBക്ക് നിർദ്ദേശമുണ്ട്. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ എല്ലാ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും മാലിന്യമുക്തമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. അടിയന്തര ശ്രദ്ധ പതിയേണ്ട വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ചില വന്യജീവി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രധാന പ്രശ്നം രാത്രി 11 മണിക്ക് ശേഷമുള്ള പൂരത്താങ്കെട്ടിൽ വടാട്ടുപാറയിലേക്കുള്ള ബൈക്ക് യാത്രികരുടെ അത് കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. അവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ആയിട്ട് ആളുകൾ ബൈക്ക് ഓടിച്ചു വരുന്നു, അവരെ എവിടെയെങ്കിലും തട്ടി വീഴുന്നു, എന്നിട്ട് അത് ഇപ്പോഴത്തെ ഒരു പൊതുബോധം അനുസരിച്ച് വന്യമൃഗങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് സർക്കാർ ഫണ്ട് അനധികൃതമായി കൈപ്പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിന് അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകേണ്ടതുണ്ട്. അതിന് കുട്ടമ്പുഴ പോലീസ് അടിയന്തരമായിട്ട് ഒരു ബ്രീത്തിങ് അനലൈസർ ഉപയോഗിച്ചുകൊണ്ട് ടൗണിലെ ഗതാഗത പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ്, ട്രാഫിക് പോലീസ് എന്നിവരുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ അനിൽകുമാർ M, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, MS എൽദോസ്, PT ബെന്നി, AT പൗലോസ്, ബേബി പൗലോസ്, സാജൻ അമ്പാട്ട്, അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. എന്നിരുന്നാലും ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ കാടുവെട്ടുന്നതിന്റെ പ്രാരംഭ പണികൾ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിന്റെ ഇരുവശങ്ങളിലും 2 കിലോമീറ്റർ വീതം, ഓരോ വശവും 2 കിലോമീറ്റർ വീതം 4 കിലോമീറ്റർ ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് കോതമംഗലം ബ്ലോക്കിന്റെ ഫണ്ട് വകയിരുത്തി അവർ അനുമതി ആവശ്യപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ DFOയ്ക്ക് രേഖാമൂലം അവർ അനുമതി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടില്ല. ആ രീതിക്ക് ഒരു 4 കിലോമീറ്റർ കൂടെ ഫെൻസിങ് സ്ഥാപിക്കുന്നുണ്ട്. കൂടാതെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിന്റെ ടാറിംഗ് റോഡില് ഒരു ഹൈമാക്സ് ലൈറ്റും 4 സോളാർ ലൈറ്റിങ്ങുകളും റോഡ് സൈഡുകളിൽ സ്ഥാപിക്കുന്നതിന് നമ്മുടെ വനംവകുപ്പ് തന്നെ അതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മീഡിയ സിസ്റ്റി, കോതമംഗലം.